മാസ്റ്റർ കി അക്കാഡമിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 7 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 7-ലെ ഒരു പോർഷനായിട്ടുള്ള ഹാച്ചറി മാനേജ്മെൻ്റ് ആണ് ഇന്ന്. അതിലെ ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഹാച്ചറി മാനേജ്മെൻറ്റിൽ അതിലവർ സ്ട്രക്ചർ ഓഫ് എഗ്ഗും പറയുന്നുണ്ട്. സെയിം ടോപ്പിക്ക് തന്നെ മൊഡ്യൂൾ 9-ലും പറയുന്നുണ്ട്. സോ നമുക്ക് മൊഡ്യൂൾ 9 ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ ഓഫ് എഗ്ഗിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് ബേസിക് സാധനങ്ങൾ കണ്ടുപോകാം. അതുപോലെ തന്നെ ഹാച്ചറി മാനേജ്മെൻറ്റിലെ കാര്യമായിട്ടുള്ള പോർഷൻസ് കവർ ചെയ്ത് പോകാനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാട്ടർ കണ്ടന്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് സൈസ്ഡ് ചിക്കൻ എഗ്? ഒരു സ്റ്റാൻഡേർഡ് സൈസ്ഡ് ചിക്കൻ എഗ് നമ്മൾ 55 മുതൽ 58 ഗ്രാം വരെയാണ് പൊതുവെ ടേബിൾ പർപ്പസിനാണെങ്കിലും ഹാച്ചിങ് പർപ്പസിനാണെങ്കിലും ഒക്കെ എടുക്കുന്ന ഒരു എഗ്ഗിൻ്റെ സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് 55 to 58 ആണ്. അപ്പോൾ ഒരു 58 ഗ്രാം എഗ് വെയിറ്റ് ഉള്ള ഒരു ചിക്കൻ എഗ്ഗിൽ എത്ര ശതമാനം വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് എത്ര ഉണ്ടാകാം എന്നാണ് ചോദ്യം. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ആൻസർ ഇസ് 74%. അപ്പോൾ ഒരു എഗ്ഗിലെ ആണെങ്കിലും മീറ്റിലെ ആണെങ്കിലും എന്തിലെയും നമ്മളൊരു മോയ്സ്ചർ കണ്ടന്റ് പറയുമ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻ എന്തായിരിക്കും? ഡ്രൈ മാറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാം. എത്രയാണ് ഡ്രൈ മാറ്റർ കണ്ടന്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് ചിക്കൻ എഗ് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 100-ൽ നിന്നും 74 കുറച്ചിട്ട് കിട്ടുന്നത്, ദാറ്റ് ഈസ് 26% ആയിരിക്കും ഡ്രൈ മാറ്റർ കണ്ടന്റ് ഓഫ് എഗ് എന്ന് പറയുന്നത്. മോയ്സ്ചർ കണ്ടന്റ് ഓർ വാട്ടർ പെർസെൻറ്റേജിന് സ്റ്റാൻഡേർഡ് ചിക്കൻ എഗ് 74%. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരു എഗ്ഗിൻ്റെ ഇതിനുള്ളിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷൻസിൻ്റെ മീഡിയം ഒക്കെ ആയിട്ടും ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിനൊക്കെ ആയിട്ടാണ് എഗ്ഗിലെ വാട്ടർ കണ്ടന്റ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് അത് കൂടുതലായിട്ടും മേജർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എഗ് വൈറ്റിലാണ്. എഗ് വൈറ്റിനെ നമ്മൾ ആൽബുമിൻ എന്നും വിളിക്കാറുണ്ട് അല്ലേ? ആൻഡ് എഗ്ഗ് ഏജ് ചെയ്യുന്നത് തോറും, അതായത് എഗ്ഗ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് അത് ഏജ് ആവും തോറും ഇതിനുള്ളിലെ വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്യും. വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഷെല്ലിലെ പോറുകളിലൂടെ ആയിരിക്കും. ആൻഡ് ദറ്റ്സ് റെഡ്യൂസിങ് ദ ക്വാളിറ്റി. അപ്പോൾ ഒരു നമ്മൾ എഗ്ഗിലെ വാട്ടർ കണ്ടന്റ് ലോസ് ആവും തോറും അത് എന്താ പറയുക, അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എഗ്ഗ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു 70 മുതൽ 80 വരെയൊക്കെ റേഞ്ചിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, നമ്മൾ ആപേക്ഷിക സാന്ദ്രത എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ആ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം എഗ്ഗിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെയിറ്റ് ലോസ്, അങ്ങനെ ഉണ്ടാകുന്ന മോയ്സ്ചർ വഴി നഷ്ടം ഉണ്ടാവുന്നത് വഴിയുള്ള എഗ്ഗിൻ്റെ വെയിറ്റ് ലോസ് തടയാനും നമ്മളെ ഇത് സഹായിക്കും. സോ 74% ഇസ് ദ ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് യോക്ക് ഇൻ എ ഹോൾ ചിക്കൻ എഗ്? ഒരു ചിക്കൻ എഗ് എന്ന് സ്പെസിഫൈ ആയിട്ട് ചോദിക്കുന്ന ചില എഗ്ഗിൽ, ഇപ്പം ഡക്ക് എഗ്ഗിലൊക്കെ ആണെങ്കിൽ യോക്കിൻ്റെ പെർസെൻറ്റേജ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ ചിക്കൻ എഗ്ഗിൽ യോക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? അപ്പോൾ നമുക്കറിയാം, ഒരു എഗ്ഗിന് മെയിനായിട്ടുള്ള 3 പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മഞ്ഞ അല്ലേ, സെൻട്രലുള്ള മഞ്ഞ, ദാറ്റ് ഇസ് യോക്ക്. പിന്നെ അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള വെള്ള, ദാറ്റ് ഇസ് ആൽബുമിൻ ഓർ എഗ് വൈറ്റ്. ആൻഡ് അതിന് പുറത്തുള്ള ഷെല്ല്. ഇങ്ങനെ 3 കോമ്പണൻസ് ആണ് നമുക്ക് എഗ്ഗിനുള്ളത്. സോ അതിൽ ഏറ്റവും കൂടുതലുള്ള കോമ്പണൻറ്റ് ഏതായിരിക്കും? ഏറ്റവും കൂടുതലുള്ളത് ആൽബുമിൻ ആയിരിക്കും, എഗ് വൈറ്റ് ആയിരിക്കും, വിച്ച് ഈസ് അബൌട്ട് 58% ആൽബുമിൻ. ഇത് കറക്റ്റ് 58 ആവണമെന്നില്ല, ആ റേഞ്ചിൽ വേണമെങ്കിൽ ചോദിക്കാം. അതായത് 55 മുതൽ 58 വരെ. ഇപ്പം യോക്കിൻ്റെ കേസിലാണെങ്കിൽ 31 മുതൽ 33 വരെ ആവാം. ഷെല്ലിൻ്റെ കേസാണെങ്കിൽ 11 to 12% ആവാം. അപ്പോൾ ഇതിന് മൂന്നിൻ്റെയും ഒരു റേഞ്ച് ഓർത്തിരിക്കുക. കൃത്യമായിട്ട് ഇത് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ റേഞ്ച് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ 55 വേണമെങ്കിൽ 58 ആൽബുമിന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, 33% യോക്കെന്ന് ചോദിക്കാം. സോ നമ്മുടെ ആൻസർ വരുന്നത് 31% ആണ്. യോക്കാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസിനെ കൺസിസ്റ്റ് ചെയ്യുന്നത്. അതിലാണ് കുറച്ചുകൂടി ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ളത്, ലിപ്പിഡ് കണ്ടന്റ് കൂടുതലുള്ളത്. സോ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള ADEK, അതുകൂടാതെയുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഒരു എഗ്ഗിൻ്റെ യോക്കിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ഈ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ഒക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ADEK ആണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് B കോംപ്ലക്സ് വൈറ്റമിൻസും CO ആണ്. അത് ഓർത്തിരിക്കുക. അതും ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. അടുത്ത ചോദ്യം, ഇൻ പൗൾട്രി
ഡബിൾ യോക്ക്ഡ് എഗ്സ് ആർ മോസ്റ്റ് കോമൺലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു, അതായത് ഇപ്പോൾ പോൾട്രിൻ്റെ കേസിൽ ചിലപ്പോൾ എഗ്ഗ് ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാം രണ്ട് യോക്ക്, ഈ രണ്ട് മുട്ടയുടെ മഞ്ഞ രണ്ടെണ്ണമൊക്കെ ആയിട്ടുള്ള എഗ്ഗുകൾ ഉണ്ടാവാം. അതിൻ്റെ കാരണം എന്താകാം എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസിലേക്ക് പോവാം. കാൽഷ്യം ഡെഫിഷ്യൻസി. കാൽഷ്യം എന്ന് പറയുന്നത് ഒരു കോഴിയുടെ മുട്ട ഉൽപാദനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറലാണ്, പക്ഷെ അത് ഷെൽ ഉണ്ടാക്കാനായിട്ടാണ്. സോ കാൽഷ്യം ഡെഫിഷ്യൻസി അല്ല. ആൻഡ് ഇംപ്രോപ്പർ ഷെൽ ഗ്ലാൻഡ് ഫങ്ഷൻ. ഷെൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ യൂട്രസ് ആണ്. ഷെല്ലിനല്ലല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്, യോക്കിനല്ലേ, അല്ലേ? യോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഓവ. യോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓവയാണ്. സോ റിലീസ് ഓഫ് ടു ഓവ സൈമിൾട്ടേനിയസ്ലി ബൈ ദ ഓവറി. ഒരേ സമയം ഓവറി രണ്ട് ഓവ റിലീസ് ചെയ്യുന്നതാണ് ഡബിൾ യോക്ക്ഡ് എഗ്ഗിന് കാരണമാകാവുന്നത്. സോ ദാറ്റ് ഇസ് ദ ആൻസർ. എസ്പെഷ്യലി ഇത് യങ് ഏജിൽ, യങ് പുള്ളറ്റ്, ഈ പുള്ളറ്റ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ലേയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രോവർ സ്റ്റേജിൽ നിന്നും ലേയിങ്ങിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ബേർഡ്സിനെയാണ് നമ്മൾ പുള്ളറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏറ്റവും ലേയിങ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുള്ള ബേർഡ്സിലാണ് ഡബിൾ യോക്ക്ഡ് എഗ്ഗ് കണ്ടീഷൻസ് ഒക്കെ കാണാറുള്ളത്. സോ ഈ രണ്ട് യോക്കും ഒറ്റൊരു സിംഗിൾ ആൽബുമിനും ഷെല്ലും കവർ ചെയ്തിരിക്കുകയായിരിക്കും. പിന്നെ ഇതൊരു കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിലെ എഗ്ഗ് അങ്ങനത്തെ എഗ്ഗുകൾ പൊതുവെ ഫെർട്ടൈലും അല്ല, അതിൽ നിന്ന് കുഞ്ഞുണ്ടാവുകയില്ല. അത് ഇൻസെമിനേഷൻ ചെയ്താലും അത് ചില ഹാച്ചറിയിൽ, അതായത് ഹാച്ചറിയിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് വെക്കില്ല, അത് ടേബിൾ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോസ് ഓഫ് പെയിൽ സ്പോട്ട് ഓൺ യോക്ക് ഇൻ മോട്ടിൽഡ് എഗ് ഓഫ് പൗൾട്രി? അതായത് യോക്കിൻ്റെ ഉള്ളിൽ, മഞ്ഞയുടെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ള സ്പോട്ടുകൾ വരുന്നതിന് കാരണം എന്താകാം? അതിന് നമ്മൾ മോട്ട്ലിംഗ് എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ വെള്ള സ്പോട്ടുകൾ കാണുന്നതിന് നമ്മൾ മോട്ട്ലിംഗ് എന്നാണ് പറയുക. സോ മോട്ട്ലിങ്ങിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ യോക്കിനെ കവർ ചെയ്തുകൊണ്ടിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനാണ് നമ്മൾ വിറ്റലൈൻ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഈ വിറ്റലൈൻ മെംബ്രെയിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, വിറ്റലൈൻ മെംബ്രെയിൻ ആണ് എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്ത് യോക്കിനെ കവർ ചെയ്ത് നിൽക്കുന്നത്. സോ ഇതിന് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ്. സോ ദ ആൻസർ ഇസ് ഡാമേജ് ടു വിറ്റലൈൻ മെംബ്രെയിൻ. So that is occur due to the partial damage to the vitreous membrane that encloses yolk. ചിലപ്പോൾ യോക്കിനെ കവർ ചെയ്തിട്ടുള്ള ലെയർ ഏതാണെന്ന് ചോദിക്കാം. അതും എന്താണ്? വിറ്റ്ലൈൻ മെംബ്രെയിൻ ആണ്. ആൻഡ് ഏതൊക്കെ കേസിലാണ് ഈ വിറ്റ്ലൈൻ മെംബ്രെയിന് ഡാമേജ് സംഭവിക്കുന്നത്? അത് ഈ കോട്ടൺ സീഡ് മീൽ നമ്മൾ തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് കോട്ടൺ സീഡ് മീലിൽ ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഉണ്ട്. അതിനാണ് ഗോസിപ്പോൾ എന്ന് പറയുന്നത്. ഇത് ഒരു ചോദ്യമായിട്ട് വരാം. ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോട്ടൺ സീഡ് മീലിലെ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ അത് ഗോസിപ്പോൾ ആണ്. ഈ ഗോസിപ്പോൾ കഴിക്കുന്നത് വഴി ഇങ്ങനെയുള്ള മോട്ട്ലിംഗ് ഉണ്ടാകാം. അതുപോലെ ടാനിൻ കണ്ടന്റ് കൂടുതലുള്ള, ടാനിൻ എന്ന് പറയുന്നത് ഈ സീഡ് കോട്ടിലൊക്കെയുള്ള ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ്. ഈ ടാനിൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫീഡുകൾ കഴിക്കുന്നത് വഴിയും ഈ മോട്ട്ലിംഗ് സംഭവിക്കാം. സോ ഹൈ ടാനിൻ കണ്ടന്റ് ഫീഡ് ലൈക്ക് സോർഗം, അങ്ങനത്തെ ഫീഡുകൾ കഴിക്കുന്നതും ഇതിൻ്റെ ഈ ഒരു മോട്ട്ലിങ്ങിന് കാരണമാകാറുണ്ട്. പിന്നെ മോട്ട്ലിംഗ് വന്നു കഴിഞ്ഞാലും എന്താണ്, അത് നമുക്ക് കൺസ്യൂം ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആളുകൾക്ക് അത് അത്ര പ്രിഫർ ചെയ്യുന്നില്ല. അത് കാണുമ്പം എസ്തെറ്റിക്കലി അത്ര പ്ലീസിങ് അല്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ ആരും അതുകൊണ്ട് ഉപയോഗിക്കാറില്ല. ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, ദ ഒക്വറൻസ് ഓഫ് യോക്ക്ലെസ് എഗ് ഇൻ പൗൾട്രി ഈസ് ഡ്യൂ ടു. യോക്ക്ലെസ് എഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ യോക്ക് ഇല്ലാത്ത, മഞ്ഞ ഇല്ലാത്ത എഗ്ഗുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താവാം എന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഇസ് സ്ലഫിംഗ് ഓഫ് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂ ഇനീഷ്യേറ്റിംഗ് ആൽബുമിൻ സെക്രീഷൻ. അതായത് നമ്മുടെ എഗ് ഫോർമേഷൻ നമ്മൾ പഠിക്കും. എഗ് ഫോർമേഷൻ്റെ ഒരു ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്കുണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ ആ എഗ് ഫോർമേഷൻ്റെ സമയത്ത് ഈ ഓവം റിലീസായി കഴിഞ്ഞാൽ, ഓവറിയിൽ നിന്നും റിലീസായി കഴിഞ്ഞാൽ അതാണ് ഒരു സ്റ്റിമുലസ്. ആ ഒരു സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിന് ചുറ്റും ഈ ആൽബുമിനൊക്കെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസിൽ നമ്മുടെ ഈ ഒവിഡക്റ്റിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ടിഷ്യൂ ചെറുതായിട്ട് ഇങ്ങനെ സ്ലഫ് ഓഫ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബോഡി വിചാരിക്കുന്നു സംതിങ് ഈസ് റിലീസ്ഡ്, അത് യോക്ക് ആവാമെന്ന് വിചാരിച്ചിട്ട് ആ ടിഷ്യൂവിന് ചുറ്റും ഈ ആൽബുമിനെ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യും.
അപ്പോൾ ഒരു എഗ്ഗ് ഫോം ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ കോഴീൻ്റെ ബോഡിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. സോ അത് ഒരു എഗ്ഗായിട്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് നമുക്ക് യോക്ക് ലെസ് ആയിട്ടുള്ള എഗ്ഗുകൾ ഉണ്ടാവുന്നത്. അതും ഇനീഷ്യൽ ലേയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യങ് പുള്ളറ്റ്സിലൊക്കെയാണ് അങ്ങനത്തെ എഗ്ഗുകൾ കോമൺ ആയിട്ട് കാണാറുള്ളത്. സോ യൂഷ്വലി ഒക്വർ ഇൻ യങ് ഹെൻസ്. അപ്പോൾ ആ യോക്കിന് പകരം ഒരു ടിഷ്യൂ, ഒരു സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ വരുന്നത് അതിൻ്റെ ഒവിഡക്റ്റിൻ്റെ സെക്രട്ടറി റെസ്പോൺസിനെ ട്രിഗർ ചെയ്യുകയും അതുവഴിയാണ് ആൽബുമിനും ഷെൽ മെംബ്രെയിനും ഷെല്ലും ഒക്കെ അതിന് ചുറ്റും സെക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ റീസൺ. അടുത്ത ചോദ്യം, വിച്ച് ഫീഡ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് നോൺ ടു ഇൻക്രീസ് ദ ഇൻസിഡൻസ് ഓഫ് മോട്ട്ലിംഗ് ഇൻ യോക്ക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗോസിപ്പോൾ? നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണിത്. ഗോസിപ്പോൾ കഴിക്കുന്നത് വഴി മോട്ട്ലിംഗ് ഉണ്ടാവുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഫീഡ് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുമ്പോഴാണ്? ആൻസർ ഇസ് കോട്ടൺ സീഡ് മീൽ. കോട്ടൺ സീഡ് മീലിൽ ഗോസിപ്പോൾ ഉണ്ട്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ സ്വർഗം ആൻസർ വരാം. നമ്മൾ പറഞ്ഞിരുന്നു ടാനിൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട്. പക്ഷെ പ്രൈമറിലി മോട്ട്ലിംഗ് ഇസ് കോസ്ഡ് ബൈ കോട്ടൺ സീഡ് മീൽ. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷനിൽ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ രണ്ടും ഒരു ഓപ്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദ പ്രൈമറി ആൻസർ ഇസ് കോട്ടൺ സീഡ് മീൽ. അത് വിറ്റലൈൻ മെംബ്രെയിനെ ഡാമേജ് ചെയ്യിക്കുന്നു. അത് കൂടാതെ ഗോസിപ്പോൾ ഇൻജസ്റ്റ് ചെയ്യുന്നത് വഴി എഗ്ഗിന് മറ്റ് ചേഞ്ചസും ഉണ്ടാവാം. അതായത് ഒരു പിങ്ക് ഡിസ്കളറേഷൻ, ഈ ആൽബുമിനിൽ പിങ്ക് കളർ ഉണ്ടാവാം, അല്ലെങ്കിൽ യോക്കിൽ ഒലീവ് ഗ്രീൻ കളർ ഉണ്ടാവാം. അതൊക്കെ ഈ ഗോസിപ്പോൾ കഴിക്കുന്നത് വഴി ഉണ്ടാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി കോസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എഗ് വിത്തിൻ ആൻ എഗ്? ഒരു എഗ്ഗിനുള്ളിൽ മറ്റൊരു എഗ്ഗ് എന്നുള്ള ഒരു കണ്ടീഷന് താഴെ പറയുന്നവയിൽ കാരണം ഏതാണ്? അത് ഒരു എഗ് വിത്തിൻ ആൻ എഗ് എന്ന് പറയുന്നത് ഒരു ബേർഡ്സിന്റെ ഒവിഡക്റ്റിലെ മസിൽസിന് ഉണ്ടാകുന്ന തകരാറ് മൂലം, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ദ ആൻസർ ഇസ് റിവേഴ്സ് പെരിസ്റ്റാൾസിസ് ഓഫ് ഒവിഡക്റ്റ്. നിങ്ങൾ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അത് തൊണ്ടയിലൂടെ അന്നനാളത്തിലൂടെ ഇറങ്ങി പോകുന്ന ആ ഒരു പ്രോസസ്സാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ റിവേഴ്സ് പെരിസ്റ്റാൾസിസ് എന്തായിരിക്കും? അത് തിരിച്ച് ആ വഴി കൂടെ വരുന്നത് അല്ലേ. വോമിറ്റിംഗ് ഒക്കെ, ഛർദിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് റിവേഴ്സ് പെരിസ്റ്റാൾസിസ് ആണ്. ഇതേ കണ്ടീഷൻ ഒവിഡക്റ്റിൽ നടക്കുകയാണ്. അതായത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വഴി, അത് മസിൽസിന്റെ ഒരു മൂവ്മെന്റ് ആണ്, അതിനാണ് നമ്മൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൂവ്മെന്റ് വഴി എഗ്ഗ് ഇങ്ങനെ ഒവിഡക്റ്റിന്റെ ഓരോരോ പാർട്ടിലെത്തി താഴത്തെ അവസാനത്തെ പാർട്ടിലെത്തുകയും, പക്ഷേ ചില മസ്കുലർ പ്രശ്നങ്ങൾ കാരണം അത് തിരിച്ച് വീണ്ടും വന്ന വഴിയെ തന്നെ തിരിച്ച് കയറി പോവുകയും ചെയ്യുന്നു. അപ്പോൾ കയറി പോകുമ്പോൾ മുകളിൽ ഇൻഫെന്റിബുലം കഴിഞ്ഞ ആ ഒരു ഏരിയയിൽ അത് അവിടെ എത്തുമ്പോൾ ആ ബേർഡിന്റെ ബോഡിക്ക് തോന്നുകയാണ്, ഓക്കെ ഇത് നമ്മളിപ്പോൾ റിലീസ് ചെയ്ത യോക്കാണ്, എന്നാൽ ഇതിന് ചുറ്റും നമുക്ക് വീണ്ടും ആൽബുമിനും എഗ്ഗും റിലീസ് ചെയ്യാമെന്ന്. അപ്പം എന്ത് സംഭവിക്കും? ഈ ഉണ്ടായ എഗ്ഗിന് ചുറ്റും വീണ്ടും ഇതേ സാധനങ്ങൾ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. സോ അതൊരു വീണ്ടും പുതിയൊരു എഗ് ആവും. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ egg within an egg condition, especially mainly caused by a process called reverse peristalsis. സോ അതൊരു സെക്കൻഡ് ലെയർ ഉണ്ടാവുന്നതാണ്. ഹെന്നിൻ്റെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ അബ്നോർമൽ, ഒരു അൺയൂഷ്വൽ മസിൽ കോൺട്രാക്ഷൻസ് ആണ് അതിന് കാരണം. അതൊരു റെയറായിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അടുത്ത ചോദ്യം, പെയിൽ യോക്ക് ഇൻ ഹെൻസ് എഗ് ഇസ് മോസ്റ്റ് ലൈക്ലി കോസ്ഡ് ബൈ. അപ്പോൾ താഴെ പറഞ്ഞതിൽ ഏത് റീസൺ കൊണ്ടാണ് ഹെന്നിൻ്റെ എഗ്ഗിന് പെയിൽ യോക്ക്, അതായത് യോക്കിൻ്റെ മഞ്ഞ നിറം വളരെ കുറവ്, നല്ല വെളറിയ പോലത്തുള്ള യോക്ക് ഉണ്ടാവുന്നത് ഏത് കണ്ടീഷനിലാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിയും കാൽഷ്യം ഒക്കെ എന്തിനാണ്? ഷെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതല്ല. ലോ പ്രോട്ടീൻ ഫീഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയുകയും, പൊതുവായിട്ട് അത് പ്രൊഡക്ഷനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ തൂവലുകളൊന്നും കറക്റ്റായിട്ട് ഉണ്ടാകാതിരിക്കും. അതൊക്കെയാണ് ലോ പ്രോട്ടീൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. അടുത്ത ഓപ്ഷൻ, ലാക്ക് ഓഫ് സാന്തോഫിൽ പിഗ്മെന്റ് ഇൻ ഡയറ്റ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഈ സാന്തോഫിൽ പിഗ്മെന്റ് ആണ് നമുക്ക് എഗ്ഗിൻ്റെ യോക്കിന് മഞ്ഞ നിറം കൊടുക്കുന്നത്. അപ്പോൾ ആ പിഗ്മെന്റ് കറക്റ്റായിട്ട് നമ്മൾ ഫീഡിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? യോക്കിന് കൃത്യമായിട്ട് കളർ വരില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ലാക്ക് ഓഫ് സാന്തോഫിൽ പിഗ്മെന്റ്. ആൻഡ് ദാറ്റ് എസ്പെഷ്യലി സാന്തോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് ആണ് അതിന് കൊടുക്കുന്ന പിഗ്മെന്റിന്റെ കോമ്പൗണ്ട് പേര്. അത് ഗ്രീൻ പ്ലാന്റിലും യെല്ലോ മെയ്സിലും മാരിഗോൾഡ് പെറ്റൽസിലും ഒക്കെയാണ് മെയിനായിട്ട് ഈ ഒരു
പിഗ്മെന്റ്സ് കാണുന്നത്. അപ്പോൾ ഹെൻസ് കോഴികൾ ഇത് കഴിക്കുന്നത് വഴിയാണ് ആ പിഗ്മെന്റ് അവരുടെ എഗ്ഗിൽ വരുന്നത്. സോ നന്നായിട്ട് പുറത്തൊക്കെ ചിക്കിപ്പെറുക്കി നടക്കുന്ന പാസ്റ്റേഴ്സിലൊക്കെ അങ്ങനെ ചിക്കിപ്പെറുക്കി നടക്കുന്ന കോഴികൾക്ക്, അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ പുറകുവശത്ത് ബാക്ക് യാർഡിലൊക്കെ വളർത്തുന്ന കോഴികളുടെ മുട്ടയ്ക്ക് കുറച്ചുകൂടെ യോക്കിന് കുറച്ചും കൂടെ ഓറഞ്ചിഷ് യെല്ലോ ആയിട്ടുള്ള, പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കളർ കുറയാം. സോ അതാണ് അതിന്റെ റീസൺ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് മീറ്റ് സ്പോട്ട് ഇൻ എഗ്? എഗ്ഗിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡിഫോമിറ്റീസ് ആണ് മീറ്റ് സ്പോട്ടും ബ്ലഡ് സ്പോട്ടും. അപ്പൊ ഈ മീറ്റ് സ്പോട്ടിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഫൗണ്ട് ഇൻ യോക്ക് ഡ്യൂ ടു ദ ബ്രോക്കൺ ഒവേറിയൻ ബ്ലഡ് വെസൽ. അല്ല, ബ്ലഡ് വെസൽ പൊട്ടിയിട്ടല്ലല്ലോ ഉണ്ടാവുന്നത്, ഫീഡ് കണ്ടാമിനേഷൻ വഴിയല്ല, യങ് ഹെൻസിന്റെ ഇതല്ല. പിന്നെയുള്ള ഓപ്ഷൻ ഡി ആണ്. അതായത് ഓവിഡക്റ്റിന്റെ ഏതെങ്കിലും ഒരു ടിഷ്യൂസ് സ്ലഫ് ഓഫ് ചെയ്യുകയും അതുവഴി അത് അഥവാ സ്ലഫിംഗ് ഓഫ് ഓവിഡക്റ്റ് വോൾ ഓർ ക്ലോട്ടഡ് ബ്ലഡ്. ആ ക്ലോട്ടഡ് ബ്ലഡ് ഒരു മീറ്റി ടിഷ്യൂ പോലെയാണ് ഉണ്ടാവുക അല്ലേ, അപ്പൊ അത് ആൽബുമിനിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. സോ അതാണ് നമ്മൾ മീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും, എഗ് വൈറ്റിലാണ് കാണപ്പെടുന്നത്. ചില സമയത്ത് അത് നമ്മൾ ബ്ലഡ് സ്പോട്ട് ആയിട്ട് കൺഫ്യൂസ് ആവാറുണ്ട്. ആൻഡ് അത് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഹെൻസിലാണ് മീറ്റ് സ്പോട്ട് കാണാറ്. അവരുടെ ലേയിങ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി അവരുടെ ഓവിഡക്റ്റിന്റെ ഫംഗ്ഷനൊക്കെ കുറഞ്ഞു വരുന്ന സമയത്താണ് ഈ ഒരു കണ്ടീഷൻ കാണാറുള്ളത്. അത് ഉള്ളത് കൊണ്ട് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് അത്ര കൺസ്യൂമേഴ്സ് ഒന്നും അത്ര പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റബിലിറ്റി ഒന്നുമില്ല അങ്ങനത്തെ എഗ്ഗിന്. ആൻഡ് നമുക്കിത് ക്യാൻലിംഗ് ടെക്നിക്ക് വഴി, ക്യാൻലിംഗ് അറിയാലോ, ഒരു ലൈറ്റ് സോഴ്സിന്റെ അടിയിൽ നമ്മൾ എഗ്ഗിന് വെച്ചിട്ട് അത് വയബിൾ ആണോ, എംബ്രിയോ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഷെല്ലിന്റെ ക്രാക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ക്യാൻലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ക്യാൻലിംഗിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മീറ്റ് സ്പോട്ട് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ബ്ലഡ് സ്പോട്ട് ഇൻ എഗ് അസോസിയേറ്റഡ് വിത്ത്. ബ്ലഡ് സ്പോട്ട് നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിന്റെ ബ്രേക്കേജ്, ബ്ലഡ് ഓവറിയിലെ അല്ലെങ്കിൽ ഓവിഡക്റ്റിൽ ഓവുലേഷന്റെ സമയത്ത് ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിന്റെ ബ്രേക്കേജ് വഴി കുറച്ച് ബ്ലഡ് ഈ ഒരു എഗ് ഫോം ചെയ്യുന്ന പ്രോസസ്സിൽ ഉണ്ടാവുന്നു. അത് ഒരു യോക്കിലാണ് കൂടുതലായിട്ടും നമുക്ക് ബ്ലഡ് സ്പോട്ട് കാണാൻ പറ്റുക. നമ്മൾ മീറ്റ് സ്പോട്ട് ഈ ആൽബുമിനിലായിരുന്നു കൂടുതലായിട്ടും കണ്ടിരുന്നത്. ആൻഡ് റിസൾട്ട് ഫ്രം ദ റപ്ചർ ഓഫ് സ്മോൾ ബ്ലഡ് വെസൽ ഇൻ ദ ഓവറി. കാരണം ഓവറിയിൽ നിന്നാണ് അവിടെ നിന്ന് യോക്ക് റിലീസ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ ഓവുലേഷൻ്റെ സമയത്ത് ആ ഓവറിൽ നിന്ന് യോക്ക് റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് എവിടെയെങ്കിലും റപ്ചർ ഉണ്ടാകുന്ന സമയത്താണ് ബ്ലഡ് സ്പോട്ട് കാണപ്പെടുന്നത്. ഇത് കൂടാതെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, അത് ഓർത്തിരിക്കുക. വൈറ്റമിൻ എ ഡെഫിഷ്യൻസിൻ്റെ കേസിന് നമുക്ക് ബ്ലഡ് സ്പോട്ട് എഗ്ഗിൽ കാണാറുണ്ട്. വൈറ്റമിൻ എ, അത് ഓർത്തിരിക്കുക. പിന്നെ നല്ല ഹൈ പ്രൊഡ്യൂസിങ് ഹെൻസിൻ്റെ കേസിലൊക്കെയാണ് ഇത് ഉണ്ടാവാറ്. പിന്നെ അവരുടെ വാസ്കുലേച്ചർ ഭയങ്കര ഫ്രജൈലാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ മീറ്റ് സ്പോട്ട് പറഞ്ഞ പോലെ ഇത് ഹാംഫുൾ ഒന്നുമല്ല, കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ എഗ്ഗ് നമ്മൾ കൺസ്യൂമേഴ്സ് അത്ര പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതെന്തെങ്കിലും ഒരു ഡിസീസ് കൊണ്ടോ ഫീഡിന്റെ പ്രശ്നം കൊണ്ടോ പാരസൈറ്റിനെ കൊണ്ടോ ഒന്നുമല്ല ഉണ്ടാവുന്നത്. ഒരു നാച്ചുറലി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഒരു 100 എഗ്ഗ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ചിലപ്പോൾ ബ്ലഡ് സ്പോട്ട് ഉള്ള എഗ്ഗ് ആവാം. സോ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് ഈ വാസ്കുലേച്ചറിനും നമ്മുടെ എൻഡോതീലിയത്തിനൊക്കെ ഇൻറ്റിഗ്രിറ്റി കൊടുക്കുന്ന, അതിനെ സ്ട്രോങ് ആയി നിലനിർത്തുന്ന വൈറ്റമിൻ ആണ്. സോ അങ്ങനത്തെ വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് വാസ്കുലേച്ചർ കുറച്ചും കൂടെ ഫ്രജൈൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് അഫക്റ്റ് എഗ് പ്രൊഡക്ഷൻ ഇൻ പൗൾട്രി? പൗൾട്രിയിൽ നമ്മൾ അതിൻ്റെ ലെയിങ് ഫേസിൽ എക്സ്ട്രാ ലൈറ്റ് കൊടുക്കാറുണ്ട് അല്ലേ? ആർട്ടിഫിഷ്യൽ ലൈറ്റ് അബൌട്ട് 16 മണിക്കൂറോളമൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണ് എഗ് പ്രൊഡക്ഷനെ ബാധിക്കുന്നത്? ഇറ്റ് ഹാവ് എ പോസിറ്റീവ് എഫക്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ ലൈറ്റിംഗ് കൊടുക്കുന്നത് കൊണ്ട് ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട്. എത്ര പെർസെൻറ്റേജ് എഗ്ഗ് കൂടും? അബൌട്ട് 20 to 30%, 20 മുതൽ 30% വരെയും എഗ് പ്രൊഡക്ഷനിൽ ഇൻക്രീസ് ഉണ്ടാവും. സോ ഒരു ഇനീഷ്യലി ഒരു 14 hours തുടങ്ങി നല്ലൊരു ലേയിങ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 16 hours ഒക്കെ ആയി കഴിയുമ്പോൾ ദ ക്യാൻ ട്രിഗർ ദ ഹോർമോണൽ സ്റ്റിമുലേഷൻ. അങ്ങനെ ആ ഹോർമോൺ സ്റ്റിമുലേഷൻ നല്ലൊരു കറക്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ
നന്നായിട്ടുള്ള എഗ് പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് പോസ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള എഗ് പ്രൊഡക്ഷൻ ഉണ്ടാകും. ഇനി അങ്ങനെ ഷോർട്ടർ ഡേയ്സ് അല്ലെ ലൈറ്റ് ഡ്യൂറേഷൻ കുറവുള്ള ഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എസ്പെഷ്യലി വിൻ്ററിലൊക്കെ നമ്മളങ്ങനെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അടുത്ത ചോദ്യം, വൈ ഷുഡ് എഗ് നോട്ട് ബി കൂൾഡ് റാപ്പിഡ്ലി ബിഫോർ ക്ലീനിങ്? എഗ്ഗ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഗ്ഗ് തണുപ്പിച്ച് സ്റ്റോർ ചെയ്തതിന് ശേഷമല്ല ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത എഗ്ഗാണ് നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത്. സോ എന്തിനാണ് നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൂൾ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. തണുക്കുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുകയും ചൂടാവുമ്പോൾ വികസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ തണുക്കുന്ന സമയത്ത് അത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷെല്ലിൻ്റെയൊക്കെ മുകളിലുള്ള ഡേർട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോബുകൾ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഷെല്ലിൻ്റെ മുകളിലുള്ള പോഴ്സ് വഴി, ഷെല്ലിൻ്റെ മുകളിൽ കുഞ്ഞ് കുഞ്ഞ് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയും കുഞ്ഞായിട്ടുള്ള 7000 മുതൽ 17000 വരെ അത്രയും നമ്പേഴ്സിലുള്ള ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട്. ഷെൽ പോഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ പോഴ്സ് വഴി എന്ത് ചെയ്യും, ഈ ഡേർട്ട് ഇതിനുള്ളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എഗ്ഗ് റാപ്പിഡ്ലി ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൂൾ ചെയ്യാത്തത്. സോ ആ ഒരു വാക്യൂം എഫക്റ്റ് ഈ ബാക്ടീരിയനൊക്കെ ഉള്ളോട്ട് വലിക്കും. അങ്ങനെ ഇന്റേണൽ കണ്ടാമിനേഷൻ സാധ്യത ഉണ്ടാകും. അതുവഴി പിന്നെ എഗ്ഗ് കേട് വരാനായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം റെക്കമെൻഡഡ് സ്റ്റാക്കിംഗ് ഡെപ്ത് വെൻ കളക്ടിങ് എഗ് ഇൻ വയർ ബാസ്കറ്റ്? വയർ ബാസ്ക്കറ്റിൽ നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യുമ്പോൾ എത്ര ലെയർ വരെ നമുക്ക് സേഫ് ആയിട്ട് എഗ്ഗ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ആൻസർ ഇസ് 5 ലെയേഴ്സ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രഷർ കൂടും, അപ്പോൾ എഗ്ഗിന് ബ്രേക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, which disinfectant concentration is recommended for sanitizing egg cleaning equipment? എഗ് ക്ലീനിങ് എക്യുപ്മെൻറ്റിൽ അല്ലെങ്കിൽ എഗ് ക്ലീനിങ്ങിനായിട്ട് നമ്മൾ ഏത് കോൺസെൻട്രേഷനിലാണ് ക്ലോറിൻ ഉപയോഗിക്കുന്നത്, ഏത് കോൺസെൻട്രേഷനിൽ ഏത് ഡിസിൻഫെക്റ്റൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? സോ ഈ പറയുന്നതിൽ ക്ലോറിൻ, അയഡിൻ, ഫോർമാലിനിൽ ഏറ്റവും കോമൺലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ക്ലോറിനാണ്. ആൻഡ് ഫോർ എ പീരീഡ് ഓഫ് 20 minutes 100 ppm ക്ലോറിനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അത് ക്ലീനിങ് ബ്രഷിലും ക്ലീനിങ് ക്ലോത്ത്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ സാനിറ്റൈസ് ചെയ്യാൻ ഈ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കാറ്. അതുപോലെ അതിൻ്റെ കോൺടാക്ട് ടൈം എന്ന് പറയുന്നത് 20 minutes ആണ്. അടുത്ത ചോദ്യം, വൈ ഈസ് വാർമർ വാട്ടർ പ്രിഫേർഡ് ഫോർ വാഷിംഗ് ഡേർട്ടി എഗ്? അപ്പോൾ വളരെ യൂഷ്വലി നമ്മൾ എഗ് ക്ലീൻ ചെയ്യുന്നത് ഒരു ഡാം ക്ലോത്ത് വെച്ചിട്ട് അത് തുടക്കുകയാണ് ചെയ്യുക. പക്ഷെ വളരെ ഡേർട്ടി ആണ്, വല്ലാതെ ഫീസസ് ഒക്കെ പറ്റിയിട്ടുള്ള എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഒന്ന് വാഷ് ചെയ്യും. പക്ഷെ എഗ്ഗിന് വാഷ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ ഷെല്ലിൽ പോറുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ പോറിൻ്റെ കൂടെ തന്നെ ഈ പോറിൻ്റെ ഉള്ളിലൂടെ ഈ എഗ്ഗിൻ്റെ മുകളിലുള്ള മൈക്രോബ്സ് ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ വാമർ വാട്ടർ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കുറച്ച് വാമായിട്ടുള്ള വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ഉള്ളിലെ കണ്ടൻസ് വികസിക്കും. ദേ വിൽ എക്സ്പാൻഡ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് പുറത്തേക്കൊരു, അതായത് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ കണ്ടൻസ് സ്വെല്ല് ചെയ്യുകയും ഡേർട്ടിനെ എക്സ്പൾഷൻ ചെയ്യുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ വാമായിട്ടുള്ള വാട്ടർ എഗ് ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത്. So that will contents will be expand and helping to push dirt away from the shell pores rather than drawing it. തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അത് കോൺട്രാക്ട് ചെയ്യും, ഈ ഡേർട്ട് എല്ലാം ഉള്ളോട്ട് കയറും. പക്ഷെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ അത് പുഷ് ചെയ്യും ഡേർട്ടിനെ പുറത്തേക്ക്. സോ ദാറ്റ് മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇന്റേണൽ കണ്ടാമിനേഷൻ ആൻഡ് ഇംപ്രൂവിങ് ദ ക്ലീനിങ് എഫിഷ്യൻസി. ആൻഡ് ദ കോൾഡ് വാട്ടർ ഹാവ് എ ഓപ്പോസിറ്റ് എഫക്ട് ആൻഡ് ക്രിയേറ്റ് വാക്യൂം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഇസ് യൂണിക് ടു ആൻ ഓട്ടോമാറ്റിക് എഗ് പാക്കിംഗ് മെഷീൻ? താഴെ പറയുന്നതിൽ ഓട്ടോമാറ്റിക് എഗ് പാക്കിംഗ് മെഷീനിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? സോ ആൻസർ ഇസ് പോയിന്റ് ഡൗൺ പ്ലേസ്മെന്റ് ബൈ എ റൊട്ടേറ്റിംഗ് ഡിസ്ക്. ഈ ഒരു ഓട്ടോമാറ്റിക് എഗ് പാക്കിംഗ് മെഷീനിൽ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടാവും. ആ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഇതിൻ്റെ പോയിന്റഡ് എൻഡിനെ താഴേക്ക് എന്നുള്ള രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്, എഗ്ഗിൻ്റെ പോയിന്റഡ് എൻഡിനെ. കാരണം നമുക്കറിയാം ബ്രോഡ് എൻഡിലാണ് എയർ സെല്ലൊക്കെ ഉള്ളത്, അപ്പോൾ അതിന് ഡാമേജ് ഒന്നും സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ പോയിന്റഡ് എൻഡിന് താഴേക്ക് വരുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യും. അതാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ. ഒരു ഫ്രഷ്നെസ്സും കുറേ കാലം കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, പോയിന്റ് ഡൗൺ പ്ലേസ്മെന്റ് ബൈ എ റൊട്ടേറ്റിംഗ് ഡിസ്ക്.
അടുത്ത ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഓഫേഴ്സ് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഓഡർ, മോയിസ്ചർ, ഫംഗസ് ആൻഡ് മോൾഡ് ഡ്യൂറിങ് എഗ് പാക്കിംഗ്. അപ്പോൾ എഗ് പാക്കിങ്ങിൽ പ്രത്യേകിച്ച് എഗ് പെട്ടെന്ന് ഈ സ്മെല്ലും ടേസ്റ്റുകളൊക്കെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഈ എഗ്ഗിൽ ഇമ്പാർട്ട് ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇനേർട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കണം. അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യരുത്, ഓർഡർ അബ്സോർബ് ചെയ്യരുത്, മറ്റ് മോൾഡ് ഗ്രോത്തിനൊന്നും കാരണമാകരുത്. സോ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ, അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഇസ് പോളിസ്റ്റൈറിൻ. പോളിസ്റ്റൈറിൻ അങ്ങനെ ഒരു ഇനേർട്ട് ആയിട്ടുള്ള സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. അതൊരു കുഷ്യനിങ് എഫക്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്കേജ് ഒന്നും ഉണ്ടാകുന്നില്ല, നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനത്തെ റിറ്റെയിൽ സൈസ്ഡ് പാക്കേജിങ്ങിൽ നമ്മൾ 2 to 12 എഗ് ഒരു കേസിൽ കൊള്ളാവുന്ന പോളിസ്റ്റൈറിൻ കേസസ് ആണുള്ളത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്ത ചോദ്യം, വൈ ആർ എഗ് ടേൺ പീരിയോഡിക്കലി ഡ്യൂറിങ് ദ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ നമ്മൾ എഗ്ഗിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് ഹാച്ചറിയിൽ നമ്മൾ എസ്പെഷ്യലി നമുക്കറിയാം സെറ്ററും ഉണ്ട് ഹാച്ചറും ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ 18 ദിവസം നമ്മൾ സെറ്ററിൽ വെക്കും, പിന്നത്തെ 3 ദിവസം ഹാച്ചറിൽ വെക്കും ചിക്കൻ എഗ്ഗിൻ്റെ കേസിൽ. അപ്പോൾ ഈ സെറ്ററിൽ വെക്കുന്ന സമയത്ത് എഗ്ഗിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി, ഇപ്പം മെഷീൻസ് ഉള്ളത് കൊണ്ട് തന്നെ എഗ്ഗ് പീരിയോഡിക്കലി ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ അതെങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കണം. സോ എന്തിനാണ് അത് ടേൺ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ദ ആൻസർ ഇസ് ടു പ്രിവെൻറ്റ് എംബ്രിയോ അഡ്ഹഷൻ. അപ്പോൾ ഇതിനുള്ളിൽ വളർന്നു വരുന്ന എംബ്രിയോ എന്ത് ചെയ്യരുത്, അതിൻ്റെ ബാക്കി എൻ്റെ ഷെല്ലുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യരുത്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു ബാക്കി ഡെവലപ്മെൻറ്റ്സ് ഒന്നും അതിന് നടക്കില്ല. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എഗ്ഗിനെ ഇങ്ങനെ ടേൺ ചെയ്യുന്നത്. യൂഷ്വലി ഒരു 40 to 45 ഡിഗ്രി ആംഗിളിലാണ് ചിക്കൻ എഗ്ഗ് നമ്മൾ ടേൺ ചെയ്യുന്നത്. മോഡേൺ ഹാച്ചറിയിലൊക്കെ ഏകദേശം 1 അവറിൽ വൺസ് എന്നുള്ള രീതിയിൽ ടേണിങ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് ടേണിങ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്ഹഷൻ തടയുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ യോക്കിലെ ന്യൂട്രിയൻസിന്, ഈ എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ ന്യൂട്രിയൻസിനെ പ്രോപ്പറായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും, അതായത് ആ ന്യൂട്രിയൻസിൻ്റെ സർക്കുലേഷൻ എല്ലായിടത്തും എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ വളർന്നു വരുന്ന എംബ്രിയോയ്ക്ക് കൂടുതലായിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ നൽകാനായിട്ട് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉണ്ടാകുന്നുണ്ട്. അതിന് EEM ആണ് നമ്മൾ ഷോർട്ടായിട്ട് പറയാം. ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഈ ടേണിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ മാത്രം ആവാതെ അല്ല, ഇങ്ങനെ ആവാതെ either option A will be to prevent embryo adhesion and option B will be for proper uniform embryonic development and option C will be for the development of extra embryonic membrane. Option D will be all of the above. സോ അങ്ങനത്തെ കേസിൽ എന്താണ്, ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരെ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ PSCയിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും ഇത് ചോദിക്കാം. എഗ് നമ്മൾ 40 to 45 ഡിഗ്രിയിലാണ് അത് പ്ലേസ് ചെയ്യുന്നത്. എവറി 2 to 3 അവറിൽ ചെയ്യണം എന്നാണ്, പക്ഷെ മോഡേൺ കേസിൽ 1 per hour ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൻ്റെ പർപ്പസ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട് സെൻറ്റൻസ് വൈസ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഫോർ ബോക്സസ് ഓഫ് ചിക്സ് ഓർ പൗൾ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് താഴെ പറഞ്ഞവയിൽ ഏത് ടെമ്പറേച്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കോമ്പിനേഷനാണ് നമ്മൾ ചിക്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്? സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 21 to 27 degree Celsius at a relative humidity of 40 to 60%. സോ എന്താണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ, ഇതൊരു അവരുടെ ഒരു കംഫർട്ട് ടെമ്പറേച്ചറാണ് 21 to 27 degree Celsius എന്ന് പറയുന്നത്. ആൻഡ് അവരെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൂട്ടം കൂടിയിട്ടാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ അവരെ ഹാച്ചറിലൊന്നും നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിലല്ല വെക്കുന്നത്, അത് കഴിഞ്ഞ് ചിക്കനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം എന്തിനാണ് ടെമ്പറേച്ചർ ഇത്രയും കുറയ്ക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ കോർ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഹാച്ചറിൽ സെറ്ററിലൊക്കെ അത്രയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 37.5 37 ആ ഒരു റേഞ്ച് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് തന്നെ അതിന് കിട്ടും. പ്ലസ് അതിൻ്റെ ബോഡി ടെമ്പറേച്ചറും ഈ ഒരു എൻവയോൺമെൻറ്റും അത്രയായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ അത് ആ ചുറ്റുമുള്ള ടെമ്പറേച്ചർ കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ 21 to 27 അവരുടെ ഒരു കംഫർട്ടിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ഉള്ളപ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റാക്കിംഗ് വഴി കിട്ടുന്ന ടെമ്പറേച്ചറും കൂടെ ഉണ്ടാകും. ആൻഡ് 40 to 60% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ ഒരു വല്ലാതെ ടെമ്പറേച്ചർ കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാൻറ്റിങ്, സ്ട്രെസ് റെസ്പോൺസസ് ആയിട്ടുള്ള പാൻറ്റിങ് കാണിക്കാം. ഈ ഒരു സമയത്ത് ടെമ്പറേച്ചർ ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിംഗ് ആവുമ്പോഴാണ് പാൻറ്റിങ്ങും അതുവഴി ഡെത്തും, ഹീറ്റ് സ്ട്രെസ് വഴി ഡെത്തും ഉണ്ടാകുന്നത്.
ഇനി ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ കോൾഡ് സ്ട്രെസ് ഉണ്ടാകും. കോൾഡ് സ്ട്രെസ് ഉണ്ടാകുന്നത് വഴി ഇമ്മ്യൂൺ റെസ്പോൺസിനെ കുറയ്ക്കുകയും ചെയ്യും. സോ പിന്നെ ഈ ഒരു ഹ്യൂമിഡിറ്റി ഈ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ മ്യൂക്കസ് മെമ്പറിനൊന്നും ഡ്രൈ ആവാതെ യോക്കിൻ്റെ അബ്സോർപ്ഷനൊക്കെ കറക്റ്റായിട്ട് നടക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഐഡിയൽ ഹാച്ചറി ലേ ഔട്ട് റിഗാർഡിംഗ് എഗ് ഇൻടേക്ക് ആൻഡ് ചിക്ക് ഡിസ്പാച്ച്? എഗ് ഇൻടേക്കും ചിക്ക് ഡിസ്പാച്ചും വെച്ച് നോക്കുമ്പോൾ താഴെ പറഞ്ഞാൽ ഏതാണ് ഐഡിയൽ ഹാച്ചറി ലേ ഔട്ട്? അപ്പോൾ ഹാച്ചറിൻ്റെ കേസിൽ എപ്പോഴും നമ്മളൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. അതായത് ഒരിക്കലും വൺസ് വന്ന സാധനത്തിലേക്ക് വീണ്ടും തിരിച്ചൊരു സാധനം പോവില്ല. എഗ്ഗിനെ നമ്മൾ ഒരു എൻഡിൽ റിസീവ് ചെയ്യുന്നു, ചിക്കന് നമ്മൾ ആ ഹാച്ചറിൻ്റെ മറ്റൊരു എഗ്ഗ് എൻഡിലായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ദർ വിൽ ബി എ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ദിസ് ആക്ടിവിറ്റീസ്, സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ ഓർ യൂണി ഡയറക്ഷണൽ ഫ്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഹാച്ചറിയാണ് ഏറ്റവും നമ്മൾ ബയോസെക്യൂരിറ്റി ഒക്കെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു ഇതാണ് ഹാച്ചറി. അപ്പോൾ അവിടെ വൺസ് ഇപ്പോൾ ചിക്ക് ഹാച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലഫ് ഒക്കെ ഉണ്ട്. ഫ്ലഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ ഡൗൺ ഫെദേഴ്സും ഈ ഹാച്ചറിൽ ഉണ്ടാകുന്ന വേസ്റ്റും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ്. അതൊക്കെ ഒരു ഗുഡ് സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ആണ്. സോ അങ്ങനത്തെ ഇതൊന്നും ഫ്ലഫൊന്നും വരാതെ ഇതിനെ അത് വീണ്ടും കണ്ടന്റിലേക്ക് തന്നെ കൊണ്ടുപോയാൽ അവിടെ കണ്ടാമിനേഷൻ വരും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ആർ വാല്യൂ സിഗ്നിഫൈ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻ എഗ് ഹോൾഡിംഗ് റൂം കൺസ്ട്രക്ഷൻ? അപ്പോൾ ആർ വാല്യൂ താഴെ പറയുന്നതിൽ ആർ വാല്യൂ എന്താണ്? അപ്പോൾ നമ്മൾ പൗൾട്രി ഹൗസിൻ്റെ ഏത് ടൈപ്പ് ഓഫ് പൗൾട്രി ഹൗസ് ആണെങ്കിലും ഹാച്ചറി ആണെങ്കിലും എഗ് ഹോൾഡറിങ് അതെ വേറെ ഏത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും അതിൻ്റെ വാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഒരു ആർ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ തെർമൽ റെസിസ്റ്റൻസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ. സോ ആ തെർമൽ റെസിസ്റ്റൻസിനനുസരിച്ചാണ് അത് അതിൻ്റെ ഹീറ്റ് ഫ്ലോയിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ ആർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഒരു എഗ് ഹോൾഡിംഗ് റൂമിൻ്റെ വാളിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 12 ആവാം, ഒരു സീലിങ്ങിൻ്റെ ആർ വാല്യൂ 16 ആവാം. കാരണം ഹോട്ട് എയർ എന്ത് ചെയ്യും, അത് ഹോട്ട് എയർ ചൂടായി അത് മുകളിലേക്കാണ് പോവുക. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കണം. സോ ദാറ്റ് ആർ വാല്യൂ വിൽ ബി ഹയർ ഫോർ സീലിംഗ് ആൻഡ് less for the wall and higher for ceiling, so that maintain a stable internal temperature regardless the outside condition. So ആ ഒരു തെർമൽ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം ഫ്രീക്വൻസി ഓഫ് എഗ് കളക്ഷൻ റെക്കമെൻഡഡ് ഫ്രം ബ്രീഡർ ഫാംസ് ഫോർ ഹാച്ചിങ് പർപ്പസ്? അപ്പോൾ ഹാച്ചിങ് പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രീഡർ ഫാമിലൊക്കെ നമ്മൾ അങ്ങനെ ഹാച്ചിങ് എഗ്ഗ് എത്ര ഇൻ്റർവെല്ലിലായിരിക്കണം കളക്ട് ചെയ്യേണ്ടത്? സോ ആൻസർ ഇസ് 4 times a day. ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് കണ്ടാമിനേഷനുള്ള റിസ്ക് കുറയ്ക്കും. അതുപോലെ ടെമ്പറേച്ചർ സ്ട്രെസ് കുറയ്ക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഹോൾഡിംഗ് റൂമിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഈ കൂളിങ്ങിന് മുന്നേ ഉള്ള ആ ഒരു ഹയർ ടെമ്പറേച്ചറിലൊക്കെ അത് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ളിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഇഫ് ഇറ്റ്സ് എ ഫെർട്ടിലൈസ്ഡ് എഗ്, ബ്രീഡർ ഫാം എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തല്ലോ. സോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 4 times a day എങ്കിലും നമ്മൾ ബ്രീഡർ ഫാമിൽ നിന്നും എഗ്ഗ് കളക്ട് ചെയ്തിരിക്കണം. സോ ഒരു യൂണിഫോം എംബ്രിയോണിക് ഏജിനും ഒരു ബെറ്റർ ഹാച്ചബിലിറ്റിക്കൊക്കെ അത് കാരണമാകും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ ടെമ്പറേച്ചർ ബിലോ വിച്ച് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ എഗ്ഗസ് അറസ്റ്റഡ്? ഇതൊരു ടേമാണ്. എന്താണ് ആ ടേമിൻ്റെ പ്രത്യേകത? ആ ഒരു ടെമ്പറേച്ചറിന് താഴെ എഗ്ഗിനുള്ളിൽ ഒരു തരത്തിലുള്ള എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കില്ല, അല്ലേ? നമ്മൾ എഗ്ഗ് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിനെ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിന് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് പോവാതെ അതിൻ്റെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാത്തൊരു ടെമ്പറേച്ചറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള ടേമിന് പറയുന്നതാണ് ഫിസിയോളജിക്കൽ സീറോ ടെമ്പറേച്ചർ. ആ ഫിസിയോളജിക്കൽ സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു എഗ്ഗിന്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് യാതൊരു തരത്തിലുള്ള ഗ്രോത്തും ഈ ടെമ്പറേച്ചറിന് താഴെ നടക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ പൊതുവേ നമ്മൾ ചിക്കൻ എഗ്ഗിൻ്റെ കേസിൽ ഫിസിയോളജിക്കൽ സീറോ ടെമ്പറേച്ചർ ഒരു 21 degree Celsius
ഒരു 70 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഇതിന് താഴെ എന്ത് സംഭവിക്കില്ല, ഒരു തരത്തിലുള്ള എംബ്രിയോണിക് ഡെവലപ്മെന്റ് സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെമ്പറേച്ചറിന് താഴെ വേണം എഗ്ഗിനെ സ്റ്റോർ ചെയ്യാനായിട്ട്, ഹാച്ചിങ് എഗ്ഗിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ എഗ്ഗ് ഹോൾഡിംഗ് റൂമിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ ഒരു 18 ഡിഗ്രിയിലൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു 3 to 5 ദിവസം വരെയൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിൽ കൂടുതൽ ഒരാഴ്ചയൊക്കെ നമ്മൾ എഗ്ഗ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലും താഴെയുള്ള ടെമ്പറേച്ചർ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, ഒരു 10 to 12 ഡിഗ്രി സെൽഷ്യസ് വരെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഫോർ സ്റ്റോറിങ് ഹാച്ചിങ് എഗ് പ്രയോർ ടു ഇൻക്യുബേഷൻ? നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തൊരു ടേമിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻക്യുബേഷന് മുന്നേ ആയിട്ട് നമ്മൾ എഗ്ഗ് സ്റ്റോർ ചെയ്യുന്ന ഒരു എഗ്ഗ് ഹോൾഡിംഗ് റൂം ഉണ്ടാവുമല്ലോ, ആ റൂമിൻ്റെ ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാച്ചിങ് എഗ്ഗ് സ്റ്റോർ ചെയ്യേണ്ടത് ഫിസിയോളജിക്കൽ സീറോ ടെമ്പറേച്ചറിൽ താഴെയാണ് അല്ലേ, ആ ടെമ്പറേച്ചറിലും അല്ല, അതിലും താഴെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇസ് 18 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഷുഡ് ബി ഹൈ. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ എഗ്ഗിൻ്റെ ഉള്ളിൽ നിന്നും മോയ്സ്ചർ ലോസ് ഉണ്ടാവാൻ പാടില്ല. മോയ്സ്ചർ ലോസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷനിൽ വേണം നമ്മൾ എഗ്ഗിന് സ്റ്റോർ ചെയ്യാനായിട്ട്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 18 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 75 to 80 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ നമുക്കൊരു ഒരു 3 to 5 ഡേയ്സ് വരെയാണ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലും കൂടുതൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചും കൂടെ കുറയ്ക്കണം. ഒരു 10 to 12 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 to 7 ഡേയ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ഹാച്ചബിലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ വി ക്യാൻ സ്റ്റോർ ദ എഗ്. സോ ഈ ഒരു ടെമ്പറേച്ചർ വല്ലാതെ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹ്യൂമിഡിറ്റി വല്ലാതെ കുറയുകയാണെങ്കിൽ എഗ്ഗിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും അതുവഴി എഗ്ഗിൻ്റെ ഹാച്ചബിലിറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ യൂഷ്വൽ എഗ് സെറ്റിംഗ് ടൈം ടു എൻഷുവർ ചിക്ക് ഡിസ്പാച്ച് ബൈ ഏർലി മോർണിംഗ്? അപ്പോൾ ഏർലി മോർണിംഗിൽ നമുക്ക് രാവിലെ 9 to 10 മണിക്ക് ചിക്കന് ഡിസ്പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാച്ചിന് വെക്കുന്നതിന് സമയത്ത്, അതായത് 21 ദിവസം മുന്നേ ആയിട്ട് നമ്മൾ ഏതൊരു ടൈമിലാണ് എഗ്ഗിനെ സെറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് ദ ആൻസർ ഇസ് 5 to 6 PM. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ സെറ്റ് ചെയ്താൽ അത് നമുക്ക് ഹാച്ച് ഏകദേശം ഒരു 21 ദിവസത്തിന് ശേഷമുള്ള ഒരു 9 to 10 രാവിലെയുള്ള ഒരു ടൈമിൽ നമുക്ക് ഹാച്ച് കിട്ടും. ഒരു യൂണിഫോം ഹാച്ചിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ദർ വിൽ ബി സം ഡിലേ. എല്ലാം ഒരുപോലെ ഹാച്ച് ചെയ്യണമെന്നില്ല, പക്ഷെ മെജോറിറ്റിയും ഈ ഒരു ടൈമിൽ തന്നെ ഹാച്ച് ഔട്ട് ആകാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഐഡിയൽ ടൈം ടു ഡെലിവർ ചിക്സ് ടു ദ ഫാം ആഫ്റ്റർ ദേ ആർ റിമൂവ്ഡ് ഫ്രം ദ ഹാച്ചർ? ഹാച്ചറിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിക്കനെ ഡെലിവർ ചെയ്യുന്നത് എപ്പോഴാണ്, എത്ര ടൈം കഴിയുമ്പോഴാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഹാച്ചറിന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ചിക്സ് കുറച്ചും കൂടെ അവർ ഹാച്ച് ഔട്ട് ആയതേ ഉള്ളൂ. അവരുടെ യോക്ക് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ അബ്സോർബ് ആയിക്കൊള്ളുന്നില്ല, കുറച്ച് അബ്സോർബ് ആവാനുണ്ടാകും. കുറച്ചും കൂടി ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം. സോ ദാറ്റ് ആൻസർ ഇസ് 12 hours ആഫ്റ്റർ ദ ഹാച്ച് റിമൂവൽ. ഒരു ഹാച്ചിന് റിമൂവ് ചെയ്തൊരു 12 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അതിനെ ഡിസ്പാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് കൂടാതെ ദർ ഇസ് എ ടിപ്പിക്കലി ഒരു വിൻഡോ ഉണ്ട്. അതിന് നമ്മൾ ആ വിൻഡോനെ നമ്മൾ ഹാച്ച് വിൻഡോ എന്നൊക്കെയാണ് പറയാറ്. അതായത് ഫസ്റ്റ് ആ ഒരു വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗിൽ നിന്നും ആദ്യം ഹാച്ച് ഔട്ട് ആവുന്ന എഗ്ഗും, മീൻസ് ആദ്യം ഹാച്ച് ആവുന്ന ബേർഡിൻ്റെ ഹാച്ചിങ് ടൈമും ലാസ്റ്റ് ഹാച്ച് ആയിട്ടുള്ള ചിക്കിൻ്റെ ഹാച്ചിങ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 36 മണിക്കൂർ വരെ ആകാം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ ഹാച്ചിങ് വിൻഡോ. അപ്പോൾ ആ വിൻഡോ ഇസ് ടിപ്പിക്കലി 36 hours. ആൻഡ് ഈ ഒരു 12 മണിക്കൂർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ബേർഡ്സ് കുറച്ചുകൂടി സ്ട്രെസ്സിൽ നിന്നൊക്കെ റിക്കവറായി, ഹാച്ചിങ് സ്ട്രെസ്സിൽ നിന്നൊക്കെ റിക്കവറായി കുറച്ചും കൂടെ അവർ എന്താ പറയുക, ഡീഹൈഡ്രേഷൻ ഒന്നും സംഭവിക്കാതെ, ചില്ലിങ് ഒന്നും ഉണ്ടാവാതെ അതിനോടൊക്കെ കുറച്ചും കൂടി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി റിസ്ക് ഓഫ് ലീവിങ് ചിക്സ് ഇൻ ദ ഹാച്ചറി ഫോർ ആൻ എക്സ്റ്റെൻഡ് ടൈം ആഫ്റ്റർ ഹാച്ചിങ്? ഹാച്ചിങ്ങിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കനെ ഡിസ്പാച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ 12 മണിക്കൂർ നമ്മൾ ഒരിക്കലും ഹാച്ചറി തന്നെ നമ്മൾ ചിക്കനെ അവിടെ തന്നെ ഇടില്ല. നമ്മൾ അതിനൊരു ചിക്ക് ഹോൾഡിംഗ് റൂമിലേക്ക് മാറ്റും.
അല്ലേ? അതെന്തിനാണ്, എന്താണ് അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ ഇസ്, ആ ഒരു സമയത്ത് അവരുടെ ടെമ്പറേച്ചർ ഒക്കെ കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ അവർക്ക് എന്ത് വേണ്ട, ഇത്രയും വലിയൊരു ടെമ്പറേച്ചർ, ഹാച്ചറിലുള്ള ഒരു ടെമ്പറേച്ചർ ഇനി ആവശ്യമില്ല. സോ അത് അത്രയും ഒരു ടെമ്പറേച്ചർ അവിടെ കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ ബോഡിയിൽ നിന്ന് വെള്ളം അധികമായിട്ട് പോകാനായിട്ട് കാരണമാവും. സോ ദാറ്റ് കോസസ് ഡീഹൈഡ്രേഷൻ ഡ്യൂ ടു എക്സസീവ് ഡ്രൈയിങ്. അപ്പോൾ ഡ്രൈയിങ് വേണം, യൂഷ്വലി ഡ്രൈയിങ് നടക്കണം. 95% ഡ്രൈ ഒക്കെ ആയ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ബേർഡ്സിന് എന്ത് ചെയ്യുള്ളൂ, ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ. പക്ഷേ അത് എക്സസീവ് ആയി പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഡീഹൈഡ്രേഷൻ ഡ്യൂ ടു എക്സസീവ് ഡ്രൈയിങ്. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ബി ദ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻ ദ ചിക്ക് ഹോൾഡിംഗ് റൂം ആഫ്റ്റർ റിമൂവൽ ഓഫ് ദ ഹാച്ചർ? അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഹാച്ചറിൽ നിന്നും റിമൂവ് ചെയ്യണം ഡ്രൈയിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചിക്ക് ഹോൾഡിംഗ് റൂമിലാണ് ഈ ബേർഡ്സിനെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. സോ അത് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. 75 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അത് ഓർത്തിരിക്കാൻ ഈസി അല്ലേ, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില കൺവേർഷൻസ് ഓർത്തിരിക്കും. ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്കും അതിനെ വൈസ് വേഴ്സ തിരിച്ച് ചെയ്യാനുള്ള ഓർത്തിരിക്കുക. അതേപോലെ ഫീറ്റിനെ മീറ്ററിലേക്കും സെൻറ്റിമീറ്ററിലേക്കൊക്കെ ആക്കാൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ കുറേ ഇപ്പോൾ LPM പോർഷൻസ് ആണെങ്കിലും പൗൾട്രീൻ്റെ പോർഷൻസ് ആണെങ്കിലും അപ്പോൾ ഇങ്ങനെ കുറേ വാല്യൂസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ പഠിക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്ത മെട്രിക് കൂടെ കൺവേർഷൻ ആയിട്ടുള്ള ഇഞ്ചസിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയാണ്, ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്, 2.5 സെൻറ്റിമീറ്റർ ആണ്, ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അത് നമ്മൾ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് മാറ്റി ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 75 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 24 ഡിഗ്രി സെൽഷ്യസ്, 23.9 ആണ്. സോ 24 നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കോമ്പിനേഷൻ ഓർത്തിരിക്കണം. സോ ദാറ്റ് വിൽ മിമിക് ദ കംഫർട്ട് സോൺ. ഒരു ന്യൂലി ഹാച്ച്ഡ് ചിക്കൻ അതിൻ്റെ ഒരു തെർമോ ന്യൂട്രൽ സോൺ, ഒരു കംഫർട്ട് സോണാണ് ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ട്രെസ് അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമിഡിറ്റി, ഒരു 75 എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ഹ്യൂമിഡിറ്റിയാണ്. ആ ഒരു ഹ്യൂമിഡിറ്റി ഒരു ഹൈഡ്രേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ആൻസർ, ഓപ്ഷൻ സി. ചിക്ക് ഹോൾഡിംഗ് റൂമിലെ ടെമ്പറേച്ചർ 75 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈ 70% ആണ് വരിക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഐഡിയൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ ദ സെറ്റർ കമ്പാർട്ട്മെന്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 18 ഡേയ്സ് ഓഫ് ഇൻക്യുബേഷൻ? അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 18 ദിവസം നമ്മൾ സെറ്ററിലാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ സെറ്ററിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഇസ് 55 to 60%. 55 to 60%. കമ്പാരിറ്റീവ്ലി സെക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 18 ഹാച്ചർ പിന്നത്തെ 3 ദിവസമാണ്. ഹാച്ചറിനേക്കാൾ കുറച്ചും കൂടെ കുറവാണ്. ഫൈനൽ 3 ഡേയ്സിൻ്റെ ഹാച്ചർ കുറച്ചും കൂടെ ഹയർ ഹ്യൂമിഡിറ്റി വേണം. കാരണം ബേർഡിന് കുറച്ചും കൂടെ പൊട്ടി എഗ് ബ്രേക്ക് ചെയ്ത് വരാനുള്ളതല്ലേ, അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹൈ ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ ഹാച്ചറിൽ കീപ്പ് ചെയ്യുന്നത്. സെക്ടറിൽ നമ്മൾ കുറച്ചും കൂടെ കുറവാണ്. 55 മുതൽ 60% വരെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ ദ സെറ്റർ കമ്പാർട്ട്മെന്റ്. അടുത്ത ചോദ്യം, ഇൻ ഹാച്ചറീസ് ചിക്സ് ഷുഡ് നോട്ട് ബി എക്സ്പോസ്ഡ് ടു റാപ്പിഡ് ഫ്യൂമിഗേഷൻ ഡ്യൂ ടു. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം നമ്മൾ പരിചയമുള്ള ഒരു ടേം ഉണ്ടല്ലോ, എന്താണ് ഫ്യൂമിഗേഷൻ. അപ്പോൾ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ഹാച്ചറിയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാനുള്ള മൈക്രോബ്സിനെയും അതുപോലെ ക്രോസ് കണ്ടാമിനേഷനെയൊക്കെ തടയാനുള്ള ഏറ്റവും കോമൺ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത്. ഫ്യൂമിഗേഷന് നമ്മൾ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് 2 കെമിക്കൽ കോമ്പിനേഷൻസ് വഴിയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫ്യൂമിഗേഷൻ ഹാച്ചറീസിൽ നമ്മൾ ചിക്സിനെ ഡയറക്റ്റ്ലി നമ്മൾ ഫ്യൂമിഗേഷന് എക്സ്പോസ് ചെയ്യാറില്ല. ചിക്കനെ നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യും, ബട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് ഹാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിലൊന്നും നമ്മളതിനെ ഹാച്ച് ആയ പാടെ ഒന്നും നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് കാരണം നമ്മളിതൊരു ക്ലോസ്ഡ് ചേമ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ്, ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ആൻഡ് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് ബേർഡ്സിന് ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കും.
അത് കൂടാതെ അതിൻ്റെ ഡൗൺ ഫെദേഴ്സ് അറിയാമല്ലോ, ഇവരുടെ ബോഡിനെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇവർക്കൊരു ഇൻസുലേഷൻ ഒക്കെ കൊടുക്കുന്ന ഫെദേഴ്സാണ് ഡൗൺ ഫെദേഴ്സ്. ഈ ഡൗൺ ഫെദേഴ്സിൻ്റെ കളറ് മാറ്റിക്കളയും, കുറച്ചുകൂടി യെല്ലോയിഷ് ഓറഞ്ചിഷ് ഒക്കെ ആക്കി കളയും. അപ്പം ഇങ്ങനെ ഫ്യൂമിഗേഷൻ കൂടി പോയി കഴിഞ്ഞാൽ ഈ ചിക്കനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു മഞ്ഞ കളറ് വരും. സോ അതിൻ്റെ അതാണ് ഇത്. ഈ ഓപ്ഷൻ സി ആണ് നമ്മളങ്ങനെ പെട്ടെന്ന് ഹാച്ച് ഔട്ട് ആയിട്ടുള്ള ചിക്കനെ റാപ്പിഡായിട്ട് ഫ്യൂമിഗേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം. അപ്പം ഈ കോൺസെൻട്രേറ്റഡ് ഗ്യാസ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാം? ഇതിൻ്റെ ഐസിനും നെയേഴ്സിനൊക്കെ ഡിസ്ട്രസ് ഉണ്ടാക്കാം, റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡൗൺ ഫെദേഴ്സിന് സ്റ്റെയിൻ ചെയ്യിക്കും അല്ലേ, ഒരു യെല്ലോയിഷ് കളർ ഡീപ്പ് ഓറഞ്ച് കളറിന് കൊണ്ടുള്ളൊരു സ്റ്റെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് വൈ വി ആർ നോട്ട് ഫ്യൂമിഗേറ്റിംഗ് ചിക്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാച്ചിങ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് സെറ്റിംഗ് പൊസിഷൻ ഓഫ് എഗ് ഇൻ എ ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റർ? ഒരു ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്ററിൽ നമ്മൾ എങ്ങനെയാണ് എഗ്ഗിനെ കീപ്പ് ചെയ്യേണ്ടത് ഫോർ ഹാച്ച് ചെയ്യുന്നത്, ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട്? സോ ആൻസർ ഇസ് വളരെ കോമൺ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, ബ്രോഡ് എൻഡ്. ബ്രോഡ് എൻഡിലാണ് എയർ സെൽ ഉള്ളത്. സോ ഇതിൻ്റെ എയർ ഒക്കെ ചെയ്യാനായിട്ട് ഇതിനുള്ളിൽ എംബ്രിയോയ്ക്ക് ഓക്സിജൻ എക്സ്ചേഞ്ച് ഒക്കെ നടക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ എയർ സെല്ലാണ്. സോ ആ എയർ സെല്ലുള്ള പോർഷൻ മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ഹാച്ചിങ് എഗ്ഗിനെ വെർട്ടിക്കലി ബ്രോഡ് ആൻഡ് അപ്പായിട്ട് വേണം ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്ററിൽ നമ്മൾ വെക്കാനായിട്ട്. ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോപ്പർ എംബ്രിയോ പൊസിഷനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഈസിയർ ആയിട്ട് അതിനെ പിപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമ്മൾ ബേർഡിന് ഒരു എഗ് ടൂത്ത് ഉണ്ടാവും, ആ ടൂത്ത് വെച്ചിട്ട് അവരതിന് പിപ്പ് ചെയ്യും, അതിനാണ് പിപ്പിംഗ് എന്ന് പറയുന്നത്. സോ അതുകൂടാതെ ഇത് ബ്രോഡ് എൻഡ് പറയും. ഈ നാരോ എൻഡ് ഉണ്ടല്ലോ, ഈ നാരോ എൻഡിലാണ് ഹെഡും ബീക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത് താഴേക്ക് പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് എയർ സെല്ല് താഴെയാണല്ലോ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ എയർ സെൽ അതിനെ പിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇങ്ങനൊരു പൊസിഷൻ. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് സ്റ്റേജ് ഓഫ് ഇൻക്യുബേഷൻ ഷുഡ് ഫ്യൂമിഗേഷൻ ഓഫ് എഗ് ബി സ്ട്രിക്ട്ലി അവോയ്ഡഡ്? നമ്മൾ പറഞ്ഞല്ലോ ചില ഇങ്ങനെ ചിക്കന് ചെയ്യാറില്ല, അതുപോലെ തന്നെ ചില അവേഴ്സിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള അവേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഫ്യൂമിഗേഷൻ ചെയ്യാറില്ല. അപ്പോൾ ഏത് അവേഴ്സിലൊക്കെയാണ് നമ്മളത് സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി, 24 to 96 hours. അപ്പോൾ ആ ഒരു ഈ ആദ്യത്തെ എഗ്ഗിനെ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ 24 മുതൽ 96 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പീരീഡാണ്. ആ ഒരു സമയത്താണ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓർഗനോജെനിസിസ് ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് ഇവർ ഭയങ്കര ടോക്സിസിറ്റി ഒക്കെ സംഭവിക്കുന്നത് വളരെ സെൻസിറ്റീവാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാറില്ല, ഫ്യൂമിഗേറ്റ് ചെയ്യാറില്ല. സോ അവോയ്ഡ് ദ ഫസ്റ്റ് 24 to 96 hours ഓഫ് ഇൻക്യുബേഷൻ. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എംബ്രിയോണിക് മോർട്ടാലിറ്റിയോ ഡെവലപ്മെൻറ്റൽ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ ഫോർമാൽഡിഹൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്, അതൊരു ഇറിറ്റൻറ്റും ആണ്. അത് ഈ എക്ഷൽ പെനിട്രേറ്റ് ചെയ്ത് ഡെവലപ്പിംഗ് എംബ്രിയോൻ്റെ അടുത്ത് എത്താനും അതുവഴി അതിനെ ഡിഫക്ട്സ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 24 to 96 hours ഓഫ് ഇനീഷ്യൽ ഇൻക്യുബേറ്റഡ് എഗ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ആംബിയന്റ് ടെമ്പറേച്ചർ ബൈ 1 degree Celsius ഇൻ ദ ഹാച്ചർ കമ്പയർ ടു ദ സെറ്റർ കമ്പാർട്ട്മെന്റ്? അപ്പോൾ സെറ്റർ ഹാച്ചർ അങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റിൽ ഹാച്ചറിൽ എത്തുമ്പം, അതായത് ലാസ്റ്റത്തെ 3 days നമ്മൾ ടെമ്പറേച്ചർ ഒരു 1 degree Celsius കുറയ്ക്കും. അത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ടു പ്രിവെന്റ് ലേറ്റ് എംബ്രിയോ മോർട്ടാലിറ്റി. നമ്മൾ ഹാച്ചറിലെയും സെറ്ററിലെയും ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അത് ചിലപ്പോൾ ചോദിക്കാം. റേഞ്ച് മാറാം കേട്ടോ, ചില ക്വസ്റ്റ്യൻസിൽ ഒരു 0.1 0.2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. സോ ദ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ ദ സെറ്റർ ഈസ്, ആദ്യത്തെ 18 ദിവസം ആ സെറ്ററിലെ ആദ്യത്തെ 18 ദിവസത്തിൽ ടെമ്പറേച്ചർ ഇസ് 37.5 to 37.8 degree Celsius. അത് കഴിഞ്ഞ് ഹാച്ചറിലോട്ട് വരുംതോറും നമ്മളൊരു 1 degree Celsius കുറയ്ക്കും. അതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ആ സമയത്ത് 36.8 36.8 to 37.2 ആ ഒരു
ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിയർ ദ എൻഡ് ഓഫ് ഇൻക്യുബേഷൻ ബേർഡ് ഓൾമോസ്റ്റ് ഫോം ആയി അല്ലേ, ചിക്ക ഓൾമോസ്റ്റ് ഉണ്ടായി. ആ സമയത്ത് ഇവരുടെ മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കും, മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീര ഏതൊരു ബേർഡിനൊക്കെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബോഡി ഹീറ്റ് ആകും. അപ്പോൾ ആ സമയത്ത് അവർ ഓൾറെഡി നല്ല ചൂടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ ചൂട് കൂടെ കൊടുക്കുമ്പോൾ അത് ചില മാൽഫോർമേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ പുറമേ നിന്ന് കൊടുക്കുന്ന ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ അതുവഴി അവരുടെ മെറ്റബോളിസത്തിൻ്റെ റേറ്റും കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കംപ്ലീഷൻ, അവരുടെ ഡെവലപ്മെൻറ്റ് കംപ്ലീഷനും അത് ഹെൽപ്പ് ചെയ്യും. സോ ടെമ്പറേച്ചർ റേഞ്ച് ഓർത്തിരിക്കുക. സെറ്ററിൽ 37.5 to 37.8ഉം ഹാച്ചറിൽ 1 ഡിഗ്രി കുറവാണ്, 36.8 to 37.2 ഡിഗ്രി സെൽഷ്യസുമാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം, വെൻ ഫ്യൂമിഗേറ്റിംഗ് ചിക്ക് ട്രാൻസ്പോർട്ട് ട്രക്ക് വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് മെത്തേഡ്? ചിക്കനെ നമ്മൾ വൺസ് ഈ ഹാച്ചറിയിൽ നിന്നും ചിക്കനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിക്ക് ട്രാൻസ്പോർട്ട് ട്രക്ക് ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താഴെ പറഞ്ഞവയിൽ ഏതാണ് കറക്റ്റ് മെത്തേഡ്? അപ്പോൾ ഫ്യൂമിഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് പുറത്താക്കാം? അയഡിൻ സൊല്യൂഷനുള്ള ഓപ്ഷൻ എ അല്ല, ഫ്യൂമിഗേറ്റ് വിതൗട്ട് പ്രയർ ക്ലീനിങ് അല്ല, കാരണം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ ചിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് മോർ ആക്യുറേറ്റ്. 5x കോൺസെൻട്രേഷനിൽ ഫോർമാൽഡിഹൈഡിൻ്റെ 5x കോൺസെൻട്രേഷൻ ഒരു സീൽഡ് ടെൻറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ട് ഈ 5x കോൺസെൻട്രേഷനുള്ള ഫോർമാൽഡിഹൈഡ് ഫ്യൂമിഗേഷനാണ് നമ്മൾ ചിക്കനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്കിന് നടത്തേണ്ടത്. അപ്പോൾ എന്താണ് ഈ 5x കോൺസെൻട്രേഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ട്രക്കിന് 5x ആണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ ട്രക്കിനാണ് ഉപയോഗിക്കുന്നത്, വേറെ എവിടെയും ഈ 5x കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നില്ല. So the answer is option C. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ആസ് എ ഡിസിൻഫെക്റ്റന്റ് ഇൻ പൗൾട്രി സയൻസ്? നമ്മൾ ക്ലോറിൻ ഏറ്റവും കോമൺ ആയിട്ട് ഹാച്ചറിയിലും യൂഷ്വലി പോൾട്രി ഹൗസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ് ക്ലോറിൻ. എങ്ങനെയാണ് ക്ലോറിൻ ആക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ മെക്കാനിസം? സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫോർമേഷൻ ഓഫ് ഹൈപ്പോക്ലോറസ് ആസിഡ്. അത് ക്ലോറിൻ ഏതെങ്കിലും ഒരു നമ്മൾ എന്താണ് ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എലമെന്റൽ ക്ലോറിൻ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വാട്ടറിൽ ആഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. സോ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl എന്നാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അതൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ HOCl അതായത് ഹൈപ്പോക്ലോറസ് ആസിഡ് പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്യും. അതായത് ഈ മൈക്രോബിൻ്റെ ബാക്ടീരിയൻ്റെയോ ഏതൊരു മൈക്രോബാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യും, അതിൻ്റെ സെൽ മെംബ്രെയിനൊക്കെ ഡാമേജ് ചെയ്യും, അങ്ങനെ അതിൻ്റെ ഡെത്ത് ഉണ്ടാക്കും. സോ HOCl ഓർ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് അതിൻ്റെ ആക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഫക്ട് ദ ഡെവലപ്പിംഗ് എംബ്രിയോ ഡ്യൂറിങ് ഇൻക്യുബേഷൻ? ഇൻക്യുബേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട പ്രോപ്പർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ആദ്യത്തെ ഇതിൽ 55 to 60, രണ്ടാമത്തേതിൽ 75 to 80 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് എഫക്റ്റാണ് ഹാച്ചിങ് ചിക്സിന് ഉണ്ടാവുക? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ലീഡ്സ് ടു ഹാർഡ് സ്മോൾ ചിക്സ്. എന്തുകൊണ്ടാണ് ഹാർഡ് ആവുന്നത്? അതിലെ ഹ്യൂമിഡിറ്റി ലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മോയ്സ്ചർ ലോസ് ഉണ്ടാകും, നോർമലി ഉണ്ടാകുന്നതിനേക്കാളും മോയ്സ്ചർ ലോസ് ഉണ്ടാകും. അപ്പോൾ മോയ്സ്ചർ ലോസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? എഗ്ഗിൻ്റെ വെയിറ്റ് കുറയും അല്ലേ. എഗ്ഗിൻ്റെ വെയിറ്റ് കുറയുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന ബേർഡ്സിൻ്റെയും വെയിറ്റ് കുറയും. അപ്പം എഗ് വെയിറ്റ് കുറയും, ദാറ്റ് മീൻസ് മോയ്സ്ചർ ലോസ് ഫ്രം ദ എഗ്, ദാറ്റ് ലീഡ് ടു എഗ് വെയിറ്റിൻ്റെ കുറവുണ്ടാവും. എഗ് വെയിറ്റ് കുറയുമ്പോൾ അതിൽ നിന്നും ചെറിയ ബേർഡ്സ് ആണ് ഉണ്ടാവുക. സോ ദാറ്റ് റിസൾട്ട് ഇൻ സ്മോളർ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ചിക്സ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞാലുള്ളത് എന്താണെന്ന്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടിയാലോ? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കുറച്ചും കൂടെ ഇപ്പോൾ ഹാർഡ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ചിക്സ് ആണെന്ന് പറഞ്ഞല്ലോ, കുറച്ചും കൂടെ വെറ്റ് ആൻഡ് എന്താ പറയുക സോഫ്റ്റ് ചിക്സ് ആണ് ഉണ്ടാവുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് സോഫ്റ്റ് ചിക്സ് ഉണ്ടാവും. ഇൻക്യുബേറ്ററിൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും
ഇതേ കണ്ടീഷൻ തന്നെ ഉണ്ടാവാം. അപ്പോൾ ഐഡിയലി നമ്മൾ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു സെറ്റർ ഫേസിൽ ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എഗ് വെയ്റ്റിൻ്റെ 12% വെയിറ്റ് ലോസ് സംഭവിക്കാമെന്നാണ്. നമ്മൾ വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ 12% മോയ്സ്ചർ ലോസ് സംഭവിക്കും. ദാറ്റ് ഇസ് വെരി നോർമൽ. അത് നോർമൽ വാട്ടർ ഇവാപ്പറേഷൻ വഴി സംഭവിക്കാം. സോ അതിൽ കൂടുതൽ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ ഹാർഡ് ആൻഡ് സ്മോൾ ചിക്സ് ഉണ്ടാകുന്നത്. ഈ 12% ഓർത്തിരിക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, ടഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേണം വരാം. എഗ്ഗിനെ സെറ്റർ ഫേസിൽ അല്ലെങ്കിൽ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മോയ്സ്ചർ ലോസ് ഇസ് 12%.